ജമ്മുകശ്മീരിലെ സൈനിക താവളത്തിൽ ഭീകരർ നുഴഞ്ഞുകയറി. 3 ഭീകരർ അകത്തുകയറിയെന്ന സൂചന. 2 സൈനികർക്ക് പരിക്കേറ്റു. ഏറ്റുമുട്ടൽ തുടരുന്നു. നിക്ഷേപിച്ച തുക ബാങ്കിൽ നിന്ന് പിൻവലിക്കുന്നതിന് റിസർവ് ബാങ്ക് ഇളവുകൾ പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ നിക്ഷേപിക്കുന്ന തുക പിൻവലിക്കാൻ നിയന്ത്രണമുണ്ടാകില്ല. ആഴ്ചയിൽ 24,000 രൂപ പിൻവലിക്കാം. ഇന്നലെ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് നിയന്ത്രണങ്ങൾ തുടരും. സംസ്ഥാനത്തെ ചില്ലറ പ്രശ്നത്തിന് പരിഹാരവുമായി ചെറിയ നോട്ടുകളെത്തി. 10, 20, 50 രൂപയുടെ നോട്ടുകൾ ബാങ്കുകൾ വഴി ഇന്ന് വിതരണം ചെയ്യും. പേപ്പർ കറൻസി രഹിത സമൂഹം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം നടപ്പാക്കാൻ BJP കേരള ഘടകം ഡിജിറ്റൽ ബാങ്കിംഗ് സാക്ഷരതാ മിഷൻ രൂപീകരിക്കും. ജനങ്ങൾക്ക് പരിശീലനം നൽകുമെന്നും BJP. നോട്ട് നിരോധനത്തിൽ സംസ്ഥാനത്ത് വീണ്ടും ആത്മഹത്യ. ചങ്ങനാശ്ശേരി ചീരക്കാട്ട് CP നാരായണൻ നമ്പൂതിരിയാണ് കടയ്ക്കുള്ളിൽ തൂങ്ങി മരിച്ചത്. ആത്മഹത്യ കടം വാങ്ങിയ പണം തിരികെ നൽകാൻ കഴിയാത്തതിനെ തുടർന്ന്. രേഖകളില്ലാതെ 36 ലക്ഷം രൂപയുടെ പഴയ നോട്ടുകൾ മാറി പുതിയ നോട്ടുകൾ നൽകിയതിന് തപാൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ്. അഴിമതി നിരോധന നിയമപ്രകാരം CBI ആണ് കേസെടുത്തത്. പ്രധാനമന്ത്രിയുടെ നോട്ട് അസാധുവാക്കൽ പ്രസംഗം മുൻകൂട്ടി റെക്കോർഡ് ചെയ്തതെന്ന ദൂരദർശൻ മാധ്യമപ്രവർത്തകന്റെ വെളിപ്പെടുത്തൽ. തെളിവുകൾ ശേഖരിക്കാൻ വൈകിയത് മൂലമാണ് വെളിപ്പെടുത്തലും വൈകിയത്. തെളിവുകളുമായി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും സത്യേന്ദ്ര മുരളി. കള്ളപ്പണത്തിനെതിരായ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്രം ആദായ നികുതി നിയമ ഭേദഗതി കൊണ്ടുവരുന്നു. വെളിപ്പെടുത്താൻ കഴിയാത്ത പണം 50% നികുതിയോടെ നിക്ഷേപിക്കാം. പണം പിടിക്കപ്പെട്ടാൽ 85% നികുതി. പ്രമുഖ ടെലികോം കമ്പനികൾക്കെതിരെ പരാതിയുമായി റിലയൻസ് ജിയോ. ജിയോക്കെതിരെ ഐഡിയയും എയർടെല്ലും വോഡാഫോണും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നുവെന്ന് പരാതി. ലൈസൻസ് ചട്ടങ്ങൾ ലംഘിച്ചതിന് 3 കമ്പനികൾക്കും 3050 കോടി രൂപ ട്രായ് പിഴയിട്ടിരുന്നു. പ്രചാരത്തിലുണ്ടായിരുന്ന 2, 5 US നോട്ടുകൾ അസാധുവാക്കി പുതുതായി സ്വന്തം കറൻസി നോട്ടുകൾ പുറത്തിറക്കി സിംബാബ്വെ. വിലക്കയറ്റ പണപ്പെരുപ്പ ഭീഷണിയിൽ രാജ്യം. നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. തെരഞ്ഞെടുപ്പിൽ ദശലക്ഷങ്ങൾ നിയമവിരുദ്ധമായാണ് വോട്ട് ചെയ്തതെന്ന് അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ വോട്ടുകൾ ഒഴിവാക്കിയാൽ ജനകീയ വോട്ടിലും താൻ തന്നെയാണ് ജയിച്ചതെന്നും ട്രംപ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് നിർണായക മത്സരം. സീസണിലെ അവസാന എവേ മാച്ചിൽ ബ്ലാസ്റ്റേഴ്സ് അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ നേരിടും.